അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അലിഫ് ലാം മീം. അള്ളാഹു, അവനല്ലാതെ ദൈവമില്ല തന്നെ. അഖില പ്രപഞ്ചത്തെയും അടക്കി ഭരിക്കുന്നവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമാകുന്നു അവൻ. ഓ പ്രവാചകരെ, അവനാകുന്നു സത്യം ഉൾക്കൊണ്ടതും മുൻവേദങ്ങളെ സത്യപ്പെടുത്തുന്നതുമായ ഒരു വേദം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് മനുഷ്യരുടെ മാർഗദർശനത്തിനു വേണ്ടി അവൻ തൗറാത്തും ഇഞ്ചീലും അവതരിപ്പിച്ചിട്ടുണ്ട്. അവൻ സത്യാസത്യങ്ങളെ മാറ്റുരച്ച് വേർതിരിക്കുന്ന ഫുർഖാൻ അവതരിപ്പിച്ചു. ഇനി ആരെങ്കിലും ദൈവീ സൂക്തങ്ങളെ തള്ളിക്കളയുകയാണെങ്കിൽ അവർക്ക് കഠിന ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അപാരമായ ശക്തിയുടയവനും തിന്മകൾക്ക് പ്രതികാരം ചെയ്യുന്നവനുമത്രേ. ഭുവനത്തിലോ വാനത്തിലോ ഭൂമിയിലോ ആകാശത്തിലോ യാതൊന്നും അള്ളാഹുവിന് ഗുപ്തമാകുന്നില്ല. അതായത് അള്ളാഹുവിൻ്റെ അറിവിലല്ലായ്മയിലില്ല. അവനാകുന്നു മാതാക്കളുടെ ഉദരങ്ങളിൽ വെച്ച് താൻ ഇച്ഛിക്കുംപടി നിങ്ങൾക്ക് രൂപം നൽകുന്നത്. അള്ളാഹു ആകുന്നു മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ വെച്ച് അള്ളാഹു ഇച്ഛിക്കുംപടി ആഗ്രഹിക്കുംപടി മനുഷ്യർക്ക് രൂപം നൽകുന്നത്. ആ അജയ്യനായ യുക്തിമാനല്ലാതെ വേറെ ദൈവമേതുമില്ല. ഇങ്ങനെയുള്ള അജയ്യനും യുക്തിമാനുമല്ലാതെ വേറെ ഒരു ദൈവവും ഈ ഭൂമിയിലില്ല. ഓ പ്രവാചകരെ, അവനാകുന്നു താങ്കൾക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ അള്ളാഹു ആകുന്നു ഈ ഖുർആൻ പ്രവാചകർക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ ഗ്രന്ഥത്തിൽ 2 തരം സൂക്തങ്ങളുണ്ട്. ഈ ഗ്രന്ഥത്തിൽ 2 തരം സൂക്തങ്ങളുണ്ട്. ഒന്ന് മുഹ്കമാത്ത്, അതാണ് ഗ്രന്ഥത്തിൻ്റെ മൂലഘടകം. 2 മുത്തശാബിഹാത്ത്. മനസ്സുകളിൽ വക്രതയുള്ളവർ എപ്പോഴും കുഴപ്പം ആഗ്രഹിച്ചുകൊണ്ട് മുത്തശാബിഹാത്തുകളുടെ പിന്നാലെ നടക്കുകയും അവയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മുഹ്കമാത്ത് എന്നാൽ സ്പഷ്ടമായ വ്യക്തമായ ഭാഷയിലുള്ളതും ആശയനിർണയത്തിൽ അതിൻ്റെ ആശയ നിർണയിക്കുന്നതിൽ അർത്ഥം നിർണയിക്കുന്നതിൽ സംശയമില്ലാത്തതുമായ സൂക്തങ്ങളെയാണ് മുഹ്കമാത്ത്. അതായത് ഖുർആനിൻ്റെ പദങ്ങളുടെ അർത്ഥങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ സംശയമില്ലാത്ത രൂപത്തിൽ, അതായത് ആകാശഭൂമിയിലുള്ളതിനെ ഞാനാകുന്നു സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ചില സൂക്തങ്ങൾ വേറെ ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ടേ മനസ്സിലാകുകയുള്ളൂ. അതിനെയാണ് മുത്തശാബിഹാത്ത് എന്ന് പറയുന്നത്. മനസ്സുകളിൽ വക്രതയുള്ളവർ എപ്പോഴും കുഴപ്പമാഗ്രഹിച്ചുകൊണ്ട് മുത്തശാബിഹാത്തുകളുടെ പിന്നാലെ നടക്കുകയും അവയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ സാക്ഷാൽ ആശയമാവട്ടെ അള്ളാഹു അല്ലാതെ ആരും അറിയുന്നില്ല. ചില വാക്യങ്ങളുടെ ആശയം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നാലും അതിൻ്റെ മുഴുവൻ വ്യാഖ്യാനവും നമുക്ക് അറിയുന്നില്ല, മനസ്സിലാകുന്നില്ല. മുത്തശാബിഹാത്ത് അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ അതിന് ഉദാഹരണ സഹിതം പറയേണ്ടി വരും. ആ ഉദാഹരണങ്ങളിൽ വെച്ചുകൊണ്ട് സ്വയം വ്യാഖ്യാനിച്ച് നടക്കുന്നവരെയാണ് വക്രതയുള്ളവർ എന്ന് പറയുന്നത്. അതിൻ്റെ സാക്ഷാൽ ആശയമാവട്ടെ അള്ളാഹു അല്ലാതെ ആരും അറിയുന്നില്ല. നേരെ മറിച്ച് ജ്ഞാനത്തിൽ അറിവിൽ പക്വതയെത്തിയവരോ അവർ പറയുന്നു, ഞങ്ങൾക്കതിൽ വിശ്വാസമുണ്ട്, ഇതെല്ലാം ഞങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ളത് തന്നെയാകുന്നു. ഏതു കാര്യത്തിൽ നിന്നും ശരിയായ പാഠം പഠിക്കുന്നത് ബുദ്ധിമാന്മാർ മാത്രമായിരിക്കും എന്നതത്രേ സത്യം. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, നാഥാ, നീ ഞങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചല്ലോ, ഇനി ഞങ്ങളുടെ ഹൃദയങ്ങളെ വക്രതയിൽ അകപ്പെടുത്താതിരിക്കണമേ. അള്ളാഹു നമുക്ക് സന്മാർഗം കാണിച്ചു കൊടുത്ത് നമുക്കൊരു നൽവഴി കാണിച്ചു തന്നല്ലോ. ഇനി ഇതിൽ നിന്ന് വ്യതിചലിച്ച് മാറിപ്പോകാതിരിക്കണമേ എന്നവർ ബുദ്ധിമാന്മാർ പ്രാർത്ഥിക്കും. നിന്റെ ഔദാര്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാരുണ്യം വർഷിപ്പിക്കണമേ. നീ മാത്രമല്ലോ സാക്ഷാൽ അത്യുദാരൻ. നാഥാ, നീ സകല ജനത്തെയും ഒരു നാൾ സമ്മേളിപ്പിക്കുന്നവനാണല്ലോ. അത് സംഭവിക്കുമെന്നതിൽ സംശയമേതുമില്ല. നീ ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുകയില്ല തന്നെ.
സത്യനിഷേധത്തിൻ്റെ മാർഗം കൈക്കൊണ്ടവരോ അവരുടെ സമ്പത്തും സന്താനങ്ങളും അല്ലാഹുവിനെതിൽ അവർക്കൊരു പ്രയോജനവും ചെയ്യുന്നതല്ല. നിശ്ചയം അവർ നരകത്തിൻ്റെ ഇന്ധനമായി തീരുന്നതാകുന്നു. ഫറവോൻ പ്രഭുക്കളുടെയും അവർക്ക് മുമ്പുണ്ടായിരുന്ന നിഷേധികളുടെയും പരിണിതി ഫലം ഇതൊക്കെ തന്നെയായിരുന്നു. അവരുടെയും പരിണിതി. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി. ഫലമോ പാപകൃത്യങ്ങളുടെ പേരിൽ അല്ലാഹു അവരെ പിടികൂടി. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു എന്നതത്രേ സത്യം. ഓ പ്രവാചകരെ, തങ്ങളുടെ സന്ദേശം കൈക്കൊള്ളാൻ വിസമ്മതിക്കുന്നവരോട് പറയുക, നിങ്ങൾ ഉടനെ പരാജയപ്പെടും, നരകവാതിലേക്ക് തെളിക്കപ്പെടുകയും ചെയ്യും. നരകം എത്ര മോശമായ സങ്കേതം! ബദർ യുദ്ധത്തിൽ പരസ്പരം ഏറ്റുമുട്ടിയ ആ 2 കൂട്ടങ്ങളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ടായിരുന്നു. ഒരു കൂട്ടം ദൈവിക സരണിയിൽ പടപൊരുതുകയായിരുന്നു, മറ്റേത് നിഷേധിക്കൂട്ടമായിരുന്നു. നിഷേധിക്കൂട്ടം വിശ്വാസികളുടെ 2 ഇരട്ടിയുള്ളതായിരുന്നു. നോക്കുന്നവരൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു അവൻ്റെ വിജയവും സഹായവും അവൻ ഇച്ഛിക്കുന്നവർക്കരുളുന്നു എന്നതത്രേ അനന്തരഫലം തെളിയിച്ചത്. ഉൾക്കാഴ്ചയുള്ളവർക്കതിൽ മഹത്തായ പാഠമുണ്ട്. സ്ത്രീകൾ, സന്താനങ്ങൾ, കനകത്തിൻ്റെയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, മേത്തരം, കാലികൾ, കൃഷിയിടങ്ങൾ തുടങ്ങിയവയോടുള്ള മോഹം ഒരു മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതൊക്കെയും ഏതാനും നാളത്തെ ഐഹിക ജീവിതത്തിനുള്ള വിഭവങ്ങളാകുന്നു. വാസ്തവത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ പാർപ്പിടം അല്ലാഹുവിങ്കലത്രേ. പറയുക, ഇതിനേക്കാൾ ഉത്തമമായതെന്തെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ? ഭക്തിയുടെ പാത സ്വീകരിക്കുന്നവർക്ക് അവരുടെ നാദങ്കൽ ആരാമങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്. അതിന് കീഴെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവർക്കവിടെ ശാശ്വത ജീവിതം ലഭിക്കുന്നതാകുന്നു. പരിശുദ്ധമായ തരുണികൾ അവർക്ക് സഹധർമ്മിണികളായിട്ടുണ്ടായിരിക്കും. അവർ അല്ലാഹുവിൻ്റെ പ്രീതിയിൽ ധന്യരാകും. അല്ലാഹു അവൻ്റെ ദാസന്മാരുടെ ചര്യകളെ ആഴത്തിൽ വീക്ഷിക്കുന്നവനാണല്ലോ. ഇവർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാകുന്നു: നാഥാ, നിശ്ചയമായി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കേണമേ. നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളേണമേ. അവർ ക്ഷമാശീലരാകുന്നു, സത്യസന്ധരാകുന്നു, അനുസരണമുള്ളവരാകുന്നു, ഉദാരമതികളാകുന്നു. നിശയുടെ അന്ത്യയാമങ്ങളിൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കുന്നവരുമാകുന്നു. അവനല്ലാതെ ദൈവമില്ലെന്ന് അല്ലാഹു സ്വയം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അജയ്യനും അഭിജ്ഞനുമായ അവനല്ലാതെ സത്യത്തിൽ ഒരു ദൈവവുമില്ലെന്ന് മലക്കുകളും ജ്ഞാനികളൊക്കെയും നീതിപൂർവം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അല്ലാഹുവിങ്കിൽ ദീൻ ഇസ്ലാം മാത്രമാകുന്നു. വേദം ലഭിച്ചവർ ഈ ദീനിൽ നിന്ന് വ്യതിചലിച്ച് ഭിന്നമാർഗങ്ങൾ സ്വീകരിച്ചതിൻ്റെ കാരണം തങ്ങൾക്ക് ജ്ഞാനം അവതരിച്ചു കിട്ടിയിട്ടും അവർ പരസ്പരം കലഹിക്കുന്നതിന് ഒരുമ്പെട്ടത് മാത്രമാകുന്നു. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെയും മാർഗനിർദ്ദേശങ്ങളെയും അനുസരിക്കുന്നതിന് വിസമ്മതിക്കുന്നവനാരോ അവനെ വിചാരണ ചെയ്യുവാൻ അല്ലാഹുവിനേറെ സമയമൊന്നും വേണ്ട തന്നെ. ഇനി താങ്കളോടവൻ തർക്കിക്കുന്നുവെങ്കിൽ അവരോട് പറയുക, ഞാനും എൻ്റെ അനുയായികളും ദൈവസമക്ഷം സർവാർപ്പണം ചെയ്തിരിക്കുന്നു. എന്നിട്ട് വേദക്കാരോടും വേദക്കാരല്ലാത്തവരോടും ചോദിക്കുക, നിങ്ങളും അവൻ്റെ അനുസരണവും അടിമത്തവും സ്വീകരിച്ചുവോ? സ്വീകരിച്ചുവെങ്കിൽ അവർ സന്മാർഗം പ്രാപിച്ചു. അവർ അതിനോട് പുറംതിരിഞ്ഞു കളയുന്നുവെങ്കിലോ അപ്പോൾ അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കാൻ മാത്രമേ താങ്കൾക്ക് ബാധ്യതയുള്ളൂ. ശേഷം അല്ലാഹു തന്നെ അവൻ്റെ അടിമകളുടെ കാര്യങ്ങൾ വീക്ഷിക്കുന്നവനത്രേ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളും സതുപദേശങ്ങളും നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊന്നുകളയുകയും ജനങ്ങളിൽ നിന്നുയർന്നെണീറ്റ ന്യായപ്രബോധകരെ വധിക്കുകയും ചെയ്തവരുണ്ടല്ലോ, അവരെ നോവുന്ന പീഡനത്തിൻ്റെ സുവാർത്ത അറിയിച്ചുകൊള്ളുക. അവർ ഇഹത്തിലും പരത്തിലും തങ്ങളുടെ കർമ്മങ്ങൾ പാഴായി പോയവരല്ലോ, അവരെ തുണപ്പാൻ ആരുമേയില്ല. വേദവിജ്ഞാനത്തിൽ നിന്നൊരു വിഹിതം ലഭിച്ചിട്ടുള്ളവരുടെ അവസ്ഥ താങ്കൾ കണ്ടില്ലയോ? തങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതിനു വേണ്ടി ദൈവിക ഗ്രന്ഥത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അവരിൽ ഒരു വിഭാഗം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, ആ തീരുമാനത്തിന് വരാതെ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഈ സ്വഭാവത്തിന് കാരണം അവർ ഇவ்விധം പറഞ്ഞുകൊണ്ടിരിക്കുന്നതത്രേ: നരകത്തീ ഞങ്ങളെ സ്പർശിക്കുകയില്ല, അഥവാ സ്പർശിച്ചാൽ തന്നെ ഏതാനും നാളത്തേക്ക് മാത്രം. അവരുടെ സ്വയംകൃത വിശ്വാസ പ്രമാണങ്ങൾ ദീൻ കാര്യത്തിൽ വമ്പിച്ച വ്യാമോഹങ്ങളിലല്ലോ.
അവരെ അകപ്പെടുത്തിയിട്ടുള്ളത്. നിസ്സംശയം വരാനിരിക്കുന്ന ആ ഭയങ്കര നാളിൽ നാം അവരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുക? അന്നാളിൽ ഓരോ മനുഷ്യനും അവൻ്റെ കർമ്മഫലം പൂർണ്ണ രൂപത്തിൽ നൽകപ്പെടുന്നതാകുന്നു. ആരുടെയും നേരെയും അനീതിയുണ്ടായിരിക്കുന്നതല്ല. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.